ആനയുണ്ടെന്ന് പറഞ്ഞത്. മരിക്കുന്നുണ്ട് ഓരോ സീസണിലും. ഇത് ഈ കാണാൻ മലനിരകളൊക്കെ നോക്കിയേ, ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ ശും ഇല്ലാണ്ടാവും. തമിഴാണല്ലോ വിചാരിച്ചിട്ടുള്ളത്. നടന്നു ചാവും. നോക്കി നമ്മുടെ ശരീരം കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഓഫ് റോഡ് ചെയ്യുക. രംഗനാഥപുരത്തിൽ പോട്ടെ, രംഗനാഥപുരം അവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താ നോക്കി നോക്കാം. അവിടെ സാധാരണ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെക്ക് ഡാം പോലെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെയാണ് വെള്ളം ചാടാറ്. പട്ടിസാർമാർ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. കണ്ടിട്ട് അതിൽ ഓടി വരും മണ്ടൻ പട്ടികളാ. ഒരു ടൈമിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലം. പിന്നെ നാട്ടുകാർ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. എന്തൊക്കെ കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പിള്ളേരുകളെ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ ഇറങ്ങി കുളിച്ച് അഭ്യാസം കാണിച്ചിട്ട് തമിഴാണല്ലോ വിചാരിച്ചിട്ടുള്ളത്. നമുക്കാണെങ്കിൽ തമിഴ് വായിക്കാനും അറിയില്ല. പിള്ളേരുകൾ വന്നിട്ട് ഇവിടെ കുളിച്ചിട്ട് കുറേ പേര് മരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അതിന് ശേഷം ഇവിടെ ആൾക്കാരൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇവിടുത്തെ ലോക്കലിൽ 2 കാര്യം പോകാൻ കൊല്ലാണ്ട് ഞാനുള്ള ടൈമിൽ ഒരുത്തം വന്നിട്ട് മരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വിഷയ അവിടെ വെള്ളം ടോപ്പ് ചാടുണ്ട്. ഇത് മൂട് നമുക്ക് അകലെ നിന്ന് കാണാമെന്നല്ലാണ്ട് അടുത്ത് പോയി അഭ്യാസം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തലയും തല്ലി വീഴും. മനസ്സിലായേ? അങ്ങനെ ഒരു കേസ് കൂടി ഉണ്ട്. അപ്പം അത് കാരണം അഭ്യാസങ്ങൾ കാണിക്കാൻ നിൽക്കണ്ട. അല്ല, മനുഷ്യന്മാർക്ക് നോ എൻട്രിയാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മാരി വെള്ളച്ചാട്ടം എന്ന് പറയൂ. പ്രാണികൾ പറഞ്ഞത് അപ്പുറത്ത് പോയി നോക്കാം. ഒരു വണ്ടി ഉണ്ട്, പക്ഷെ എന്നിട്ട് പ്രവേശനം ചെയ്യാനാ അവിടെ കയറിയിട്ട് കാര്യമില്ല. അവിടെ നിന്നൊന്നും കാണില്ല. ഇത് കുടിവെള്ളത്തിൻ്റെ മോട്ടോർ ഷെഡുകളാട്ടോ. മനസ്സിലാം. ഇവിടെ ഈ ടൈമിൽ ഇറങ്ങുന്നത് ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ പ്രതീക്ഷയിൽ ഈ പുഴയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ബാക്കിയുള്ള പുഴ പോലൊന്നുമല്ല. നോക്കിയില്ലാന്നുണ്ടെങ്കിൽ അപ്പം കാഞ്ഞു. പുഴയിൽ ഇറങ്ങിയിട്ടുള്ള എവിടേക്ക് നിങ്ങൾ ടൂർ പോവുകയാണെങ്കിലും വെള്ളത്തിലിറങ്ങിയുള്ള അഭ്യാസങ്ങൾ നോക്കിയാൽ പരമാവധി ഒഴിവാക്കുക. കാഴ്ചകൾ നോക്കിയാൽ ഇങ്ങനെ നിന്ന് കാണുക. വെള്ളത്തിലിറങ്ങിയ പരിപാടി ഒന്നും പാടില്ല. മറ്റന്മാരെ തമാശ പറയല്ല, ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ കാണുന്ന പോലെയില്ല. നല്ല രീതിയിൽ ഒഴുക്കുണ്ട്. ഈ ഭാഗത്ത് ഒട്ടുമിക്ക ടൈമിൽ ആൾക്കാർ മരിക്കുന്നുണ്ട് ഓരോ സീസണിലും. അതും കൂടുതലും പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. ഈ തമിഴ്നാട്, കേരളം ആ ഭാഗത്തുനിന്ന് അറിയാണ്ട് വന്നിട്ട് വെള്ളം കാണുമ്പോൾ ഈ പിള്ളേരുകൾ ചാടി ഇറങ്ങിയിട്ട് ഭയങ്കര വിഷയമാണ്. നമ്മൾ വിചാരിക്കണ പോലെയല്ല. അപ്പം അതുകൊണ്ട് എവിടെ നിങ്ങൾ ടൂർ പോവുകയാണെങ്കിലും വെള്ളത്തിൽ പരമാവധി സേഫാണോ എന്നുള്ള അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ഇറങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. നമ്മളറിയില്ല ഏത് രീതിയിൽ. ഒന്നാമതിൽ മലയുടെ മുകളിൽ ഒഴുകി വരുന്ന വെള്ളം എപ്പോൾ ആണെങ്കിലും നമ്മളിവിടെ കാണില്ല. മലയുടെ മുകളിൽ മഴ പെയ്യുണ്ടാവും, വെള്ളം കയറാൻ ചാൻസ് ഉള്ള. അപ്പം അതുകൊണ്ട് ദയവ് ഇതാരും ഈ വക അഭ്യാസങ്ങൾക്ക് നിൽക്കരുത്. നമ്മൾ വിചാരിക്കുന്നത് ഇത് കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലോ, നല്ല വെള്ളച്ചാട്ടമാണല്ലോ, അല്ലെങ്കിൽ വെള്ളം ഓൾറെഡി ചെക്ക് ഡാം പോലെ കെട്ടികളുണ്ടോ. വേനൽക്കാലത്ത് ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ട് അവിടുന്ന് പമ്പ് ചെയ്ത് കൃഷിക്ക് ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ ബിൽഡിങ്ങുകളുണ്ട്, ഈ കാണുന്ന ബിൽഡിങ്ങുകൾ ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഈ വെള്ളം ഇപ്പോൾ നല്ല പോയിട്ടില്ല പോകുന്നത്. കാണുമ്പോൾ നമുക്ക് കൊതിയാവും വെള്ളത്തിലിറങ്ങാന്നുള്ളത്. പിന്നെ പോകുന്ന അവിടെ എവിടെയെങ്കിലും 3 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുക. പല മരങ്ങളും ആ ഭാഗത്ത് ഒലിക്കുക എന്നുള്ളത് കാണാനുണ്ട്. ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഭയങ്കര
ഇങ്ങോട്ട് എൻട്രി ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അത് പുറത്തുനിന്നുള്ള ആൾക്കാർ കേട്ടാ കുളിക്കാന്ന് വരാൻ പാടില്ല റോഡില്ല. അത് തമിഴിലെഴുതില്ല നോക്കിയാണോ അത് തന്നെ റോഡ് കൊണ്ട് ഏതിനാ വരണമെന്ന് അറിയില്ല. വഴി എനിക്കറിയില്ല. ചിലപ്പോൾ അപ്പുറത്തോടുള്ള തന്നെ വഴിയാണ്. നല്ല രീതിയിൽ നോക്കി വെള്ളം പോകുന്നത് നല്ല പോലത്തെ നോക്കി വരാൻ പറ്റും. ഈ വെള്ളം കുറവുള്ള ടൈമിൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അന്നൊരു പയ്യൻ ഇതുപോലെ മിസ്സിങ് ആയി. ഇതിൻ്റെ അടിയിൽ ചേറും പിന്നെ ഇങ്ങനത്തെ മൊത്തം ഉരുളൻ കല്ലുകളാ. ഇത് കണ്ടോ ഇതേപോലത്തെ ആ ഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫുള്ള് ഉരുളൻ കല്ലുകളാ. ഈ കല്ല് മൊത്തമാണ് ഇവിടെ കിടക്കണത്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളറിയില്ല. ഇതിൻ്റെ ഇടയിൽ കാല് കുടുങ്ങിയിട്ട് അല്ലെങ്കിൽ തലയിടിച്ചിട്ടൊക്കെയോ നമ്മൾ മരിക്കുക. അപ്പോൾ ദയവ് ഇത് കണ്ട് എൻജോയ് ചെയ്യുക. അപ്പം എന്താ നാടാന്ന് കൊണ്ട് കാര്യമില്ല. ഞാൻ പോലും നോക്കിയത് ഇതിലൊന്നും ഇറങ്ങിയിട്ട് അഭ്യസാന്ന് ഞാൻ കയറില്ല. കാണാമേ നല്ല താഴ്ചയുണ്ടാ. നമുക്കറിയാണോ അവിടെ ഈ ഭാഗത്തൊക്കെ നല്ല താഴ്ച റിസ്ക് വേണ്ട പോയി. വേറൊരു ചേട്ടൻ കൂടി വന്നിട്ട് ആരും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. നല്ല താഴ്ചയുണ്ട്. നമ്മൾ അഭ്യാസം കാണിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല തല്ലി വെള്ളത്തിൽ വീഴും. നേരത്തെ വരുമ്പോൾ ഒരു ബൈക്ക് ഉണ്ടെന്നുള്ളൂ. ഇപ്പോൾ 2 ബൈക്ക്. പക്ഷെ ആരും കാണാനില്ല. അവിടെ നിന്ന് പോകുന്നു നമ്മൾ. അവിടെ ആൾക്കാർ വരുന്നോണ്ട് കുഴപ്പമില്ലാന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിലേ ഈ ആൾക്കാർ വന്നിട്ട് മദ്യപിച്ചിട്ട് സംഭവം ട്രൈ ഏരിയതുകൊണ്ട് കാര്യന്നില്ല. ഇവിടെ സാധനം ഈ ആനകെട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ടിരും. എന്നിട്ട് പൊളിച്ചും പാത്ത് ഇവിടെ കൊണ്ടിട്ട് സാധനം കഴിക്കുക. എന്നിട്ട് ഈ വേസ്റ്റ് സാധനങ്ങൾ മെയിനായിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് മദ്യകുപ്പികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടിട്ട് വേസ്റ്റ് ചെയ്തുള്ളതെന്ന്. അപ്പോൾ നാട്ടുകാരും ഒരു കൂടിയിട്ട് ഇവിടെ ബോർഡ് വെച്ചിട്ടുള്ളതെന്ന്. പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ വരണോണ്ട് കുഴപ്പമില്ലാന്ന്. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ലെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇറങ്ങണോണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ തമിഴ്നാട് ഭാഗത്ത് ഒരു പില്ലൂർ ഡാം എന്ന് പറഞ്ഞ ഡാമുണ്ട്. അവിടെ എത്തുമ്പോൾ വന്നുള്ളൂന്ന്. നല്ല ഒഴുക. ഞാൻ അവനോട് തന്നെ ചോദിച്ചത് നിങ്ങൾ ഇറങ്ങാറണോ പറയാം. ഭ്രാന്താണോ ചോദിച്ചു എന്നോട്. ഇതിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് വേണ്ടത് അങ്ങനെ വിഷയമുണ്ട്. എന്തോ ഓഫ് റോഡ് ഉണ്ട് നമ്മുടെ ഏരിയയിൽ. അവിടേക്ക് വിടാം. അപ്പം അട്ടിക്കുട്ടി കിടക്കണൊക്കെ ഇവിടെ ഈ റോഡിൽ എന്ത് പ്രശ്നം എന്നറിയോ? ഭയങ്കര മൊന്തക്കാടായി തുടങ്ങി. എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ പന്നികൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന സ്ഥലം. അപ്പോൾ വിഷയമാണ്. ഇതിൻ്റെ നേരെ അങ്ങനെ കയറിയിട്ട് നമ്മൾ ഷോർട്ട് കട്ടാണോ വെന്ത വെട്ടി തന്നെ സ്ഥലമുണ്ട്. അവിടേക്ക് ഇപ്പം പോകണമെന്ന് കുറച്ച് ഡേഞ്ചറാ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന ഇറങ്ങണ സ്ഥലമാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കൂടുതൽ നല്ല സ്ഥിരമായിട്ട് ഇറങ്ങണ സ്ഥലമാണ്. ഞാൻ ഈ കാണുന്ന ഈ കുന്നിൻ്റെ മുകളിൽ വണ്ടി പിടിച്ച് കളിക്കില്ലായിരുന്നു പണി എനിക്ക്. ലോക്ക്ഡൗൺ ടൈമിൽ ഞാനിവിടെ വന്നു. ലോക്ക്ഡൗണാണ് മുന്നായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ വണ്ടി പിടിച്ച് കളക്കും. അതിഗംഭീരമായിട്ടുള്ള ഓഫ് റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. സിമ്പിൾ ഓഫ് റോഡാ. ശല്യമൊന്നുമില്ലേ. ടോപ്പ് വ്യൂ. എന്തൊരു സ്ഥലമല്ലേ ഇത്. വീടാന്ന് തോന്നുന്നുണ്ട്. വീടാണോ റിസോർട്ടാണോ? ആ കാണുന്ന റിസോർട്ടാണ്. രക്ഷില്ല അവനെ. ഫുള്ള് വ്യൂ ഉണ്ട്. ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റില്ല. ഇന്നലെ ട്രക്ക് ചെയ്തിട്ട് മനുഷ്യൻ്റെ കാലൊക്കെ ഉണ്ടേ. എനിക്ക് നടക്കാൻ പറ്റണില്ലേ. മസിലൊക്കെ നോക്കിയേ. വെറുതെ ഈ നേരമായി എന്നെ കണ്ണിലേക്ക് പാറ്റടിക്കുക. എന്നിട്ട് ആനയാണോ വേണത് ഇതോ പശുവാണോ? പശു ഇവിടെയൊക്കെ ഈ കമ്പിയിൽ കിട്ടിയ ഞാൻ കമ്പിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ലേ. ഇതൊക്കെ റോഡ്
ഡീസൻ്റ് അതിലോ അന്യായം ഓഫ് റോഡായിരുന്നു. പൂഴിയാണ് ഫിഷ് ചെയ്യാം. ഇതൊക്കെ കമ്പേരി കെട്ടിയിട്ടാ ആൾക്കാർ മേടിച്ചു പോകുന്നുണ്ട്. ഞാൻ ഉള്ളൊരു കാര്യം പറയാലോ, അട്ടപ്പാടി കാണുന്നുള്ളൊരു ഇതിപ്പോൾ വന്ന് കാണുക. 10 വർഷത്തിൻ്റെ ഉള്ളിൽ അട്ടപ്പാടിയിൽ പല മലനിരകളും കാണാണ്ടാവും. കൺഫേം ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ തന്നെ പല സൈഡുകളും പല ഏരിയകളും തുറന്ന് ഇല്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അട്ടപ്പാടി കാണുന്നുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് വരിക, കാണുക, ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുക. 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അട്ടപ്പാടി എന്ന് പറഞ്ഞ സംഭവം വെറും പഴയകാല ഫോട്ടോസിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതേപോലെയാണ് അവർ റിസോർട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കയറണത്. അപ്പം അതുകൊണ്ട് പറയാണ്, ആൾക്കാർ വരിക, ഇപ്പം തന്നെ വന്ന് കാണുക, ആസ്വദിക്കുക. നടക്കണ കാര്യം അതാണ്. നമ്മൾ പ്രതീക്ഷിക്കണം അതിൻ്റെ 10 മടങ്ങ് അപ്പുറമാണ് വണ്ടി കയറി പോണത്. വെറുതെ കൈ കൊടുത്താൽ ഇത് സിമ്പിളായിട്ട് കയറി പോകണം വണ്ടി. ഉരുളങ്കല്ല മൊത്തം കുഞ്ഞിത്. നമ്മൾ വലിയ ഓഫ് റോഡും ചെയ്യുന്നില്ല. നമ്മളെ പറ്റാവുന്ന, നമ്മുടെ ശരീരം കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഓഫ് റോഡ് ചെയ്യുക. അത്രയ്ക്കുള്ളൂ. ഞങ്ങൾ സ്ഥിരം വരുന്ന സ്ഥലങ്ങളാട്ടോ അതൊക്കെ. ജസ്റ്റ് മൊത്തം മറ്റേ എൻ്റെ താഴത്തൊക്കെ വീടുണ്ട്. പക്ഷേ എൻ്റെ റോഡ് അധ്യയനാന്ന് മാത്രം. എൻ്റെ ഈ മലയുടെ മുകളിലൂടെ അങ്ങോട്ട് വണ്ടി ഓടിച്ചു കൊടുക്കില്ല എൻ്റെ പണി. ആണോ, അത് അധ്യയന ഒരു വഴിയുണ്ട്. നമ്മൾ വന്നതിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് ഒരു വഴി കയറിക്കൊണ്ട് ഇതുള്ള ഓഫ് റോഡ് അവിടെ നിന്ന് കുറച്ചുകൂട്ടുണ്ട്. പിന്നെ അധ്യയന റൗണ്ട് ചെയ്ത് വരാം. ബന്ധവടി നമുക്ക് പറ്റിങ്ങ വേറൊരു ദിവസം പോവാം. വൈബ് സ്ഥല. ബന്ധവട്ടി എന്ന് പറയുന്നത് വേറെ ഒന്നുണ്ടോ, അതാ കാണാണ്ടോ മഞ്ഞ്, അതാണ് ബന്ധവട്ടി. അതിൻ്റെ താഴെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ മരങ്ങളുള്ള അതൊക്കെ അപ്പുറ സൈഡ് മൊത്തം ഊട്ടി ആ ഏരിയ ആയിട്ട് വരും. നീലഗിരി ആദ്യം ആംബിയൻസ് പിടിച്ച സ്ഥലം. അത് ഞാൻ പറഞ്ഞത്, ഈ കാണാൻ മലനിരകളൊക്കെ നോക്കിയേ ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ ശും ഇല്ലാണ്ടാവും. അപ്പം അതുകൊണ്ട് കാണാവുന്നവരൊക്കെ വന്ന് കാണുക. പരമാവധി എത്രയോ കുറേ ഫോറസ്റ്റുകാർ പറ്റാവുന്ന രീതിയിൽ സംരക്ഷിക്കണമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും വലിയ കാര്യമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു നിലവാരത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടിടത്തോളം പല പറ്റിക്കുന്ന നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ, നാളെ എന്നല്ല വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുവിധം സ്ഥലങ്ങളൊക്കെ ഇവിടുന്ന് കയ്യേറി തുടങ്ങിയിട്ടുണ്ട് ഒരു തലയ്ക്കുന്ന്. മെയിനായിട്ട് ഒരു ഫോക്കസ് ചെയ്യുന്നത് റിസോർട്ട് പണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചെയ്യണത്. കുടിയേറ്റക്കാരാണ് കൂടുതലും ഫണ്ട് ഇവിടെ നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ പണിതിട്ട് ഉള്ള പരിപാടികളാണ്. അപ്പോൾ വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ മലകളും മരങ്ങളും കാണാണ്ടാവും. അപ്പോൾ കാണുന്നുള്ളൊരു എത്രയും പെട്ടെന്ന് വരിക, കാണുക, കണ്ട് ആസ്വദിക്കുക. ഇവിടുത്തെ അല്ല അത് ബന്ധപ്പെട്ടി എന്ന് പറഞ്ഞാൽ പോണ സ്ഥലമല്ലേ. പണ്ട് ജീപ്പ് മാത്രം പോവുള്ളൂ. അമ്മാര് ഓഫ് റോഡായിരുന്നു. ആ സാധനം ഗവൺമെൻറ് ടാർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തായി, ഓട്ടോറിക്ഷക്കാരൊക്കെ ഇപ്പോൾ സുഖമായിട്ട് പോയിട്ടുണ്ട്. ഇപ്പം ജീപ്പുകാർക്കുള്ള ഇത് കുറഞ്ഞൂടെ. എല്ലാ മുക്കിലും മൂലയിലും ഒരു റോഡ് പണിതിട്ട് കൊടുത്തിട്ടുണ്ട്. വീടുകളാട്ടോ കൊടുത്തത്. അപ്പോൾ എനിക്ക് ആകെ സ്വന്തം പറയാണ്ട് ഈ ഒരു ഓഫ് റോഡായി. ഇനിയിപ്പോൾ ഇതും കൂടെ ഉണ്ട് അറിയവർ. അപ്പോഴാണ് ഈ സൈഡൊക്കെ ഇവർ ലോക്ക് ചെയ്ത് വെച്ചാൽ.
വൈബ് വണ്ടിയിലേ നമ്മള് ചിന്തിക്കണ എൻ്റെ നോക്കിയേ അപ്പുറത്തിൻ്റെ അപ്പുറം ഇത് നേരെ പോകുന്നത് ഒരു പുഴയിലേക്ക്. അവിടെ ചെറിയൊരു അമ്പലമുണ്ട്. അതിനടുത്ത് ആംബിയൻസ് ഞാൻ ചേട്ടാ വിഷയം സ്ഥലം ഫുള്ളും മരങ്ങളായിട്ട് അതിൻ്റെ ഇടയിൽ തൊട്ടപ്പുറത്ത് പുഴ വിഷയം രക്ഷയില്. അട്ടപ്പാടിയുടെ ഒരു സ്വപ്ന സുന്ദരിയാണ് അട്ടപ്പാടി. അവിടെ ഇത് നേരെ ഇറങ്ങി പോകുന്നത് പുഴയിലേക്ക്. ഈ റോഡ് നേരെ അമ്പലം. കിട്ടില്ല സാറേ അല്ല പുഴ ഉണ്ടോ രക്ഷയില്. വെള്ളം കുറവാ. ഇന്നാളെ മഴ പെയ്തിട്ട് ഇതിനെ വെള്ളം കൊണ്ടുവരുന്നുണ്ട്. ഈ റോഡ് നേരെ ഇതിനെ പുഴയിലേക്ക് പോവും. വണ്ടികൾ കഴുകാനും കാര്യങ്ങളൊക്കെ കേട്ട് രക്ഷയില്ല സ്ഥലം. അമ്പലം അവിടുത്തെ ഉണ്ടാ. ഇത് പുള്ളിമാരാട്ടായി കാണുന്നത്. അതിൻ്റെ സൈസ് നോക്കിയേ. അമ്മമാര് സൈസ് നോക്കൂലേ. അട്ടപ്പാടിയുടെ സൗന്ദര്യം കണ്ട നോക്കിയേ. രക്ഷയില് ഫ്രഷ് വെള്ളാട്ടായി വന്നുകൊണ്ടിരിക്കണത്. നമ്മൾ പോണത് ഭൂതയാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. മേലെ ഭൂതയാർ. അവിടെ കുറച്ച് ഡേഞ്ചറാണ്. കാരണം ആനകൾ ഒരു 8-9 അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. അവർ ഈ കാട് മൊത്തം ഇങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പോയപ്പോൾ ആനേനെ കാണാൻ പറ്റി. ഇപ്രാവശ്യം എന്തൊരവസ്ഥ എന്ന് അറിയില്ല. നമുക്ക് യോഗ ഉണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് ആ ഊര് കണ്ടിട്ട് വരാം. ആ ഊരിലേക്ക് പോകാനുള്ള പ്ലാൻ ഇല്ല നിലവിൽ. ഞാൻ ഒരു വട്ടം പോയിട്ട് അതിൻ്റെ താഴത്തേക്കൊക്കെ ഇറങ്ങി പോയിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് പോകണമെന്ന് വലിയ ഇതൊന്നുമില്ല. മേ ബി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പോകാൻ പറ്റുള്ളൂ. ഊര് വരെ പോകാം നമുക്ക്. പക്ഷെ അതിൻ്റെ താഴത്തേക്ക് നമുക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയാൽ ഒറ്റയ്ക്ക് പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഞാൻ അന്ന് പോയത് വേറൊരു ചേട്ടനായിരുന്നു. പുള്ളിയുടെ കൂടെ പോയിട്ട് തിരിച്ചു വന്ന് ഞാൻ ഒറ്റയ്ക്ക്. അപ്പോൾ പക്ക ഫോറസ്റ്റ്. എന്തെങ്കിലും സംഭവിച്ചു ഒരു പുഴയൊക്കെ കടന്നിട്ട് വേണം നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോകണമെങ്കിൽ. അപ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കും വരും ഒറ്റയ്ക്കാന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അവർ പിന്നെ അവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് അറിയാം. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. നമുക്ക് നോക്കാം. ഉറപ്പൊന്നുമില്ലാത്തത് അതുകൊണ്ടാണ് ഞാൻ പറയണത്. കിട്ടില്ലെന്നല്ലോ രക്ഷയില് ഫുള്ള് നെയ്യ് മല. ഇവിടുത്തെ ഓരോ ഊരിൻ്റെ പ്രത്യേകിച്ച് ഏറ്റവും ടോപ്പ് മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് വീട് വയ്ക്കും. ആദ്യം അന്യായ വൈബ്. രാവിലെ എനിക്ക് കാണുന്നത് ഈ കോടമഞ്ഞ് ഇറങ്ങിയത്, അല്ലെങ്കിൽ കൊക്ക, ചിലപ്പോൾ ആന, ഈ വക ജീവജാലങ്ങളിലേക്ക് മാന്, പുലി, ചിലപ്പോൾ പുലിനെ ഓരോന്ന് വരിക. ഇങ്ങനത്തെ ജീവജാലങ്ങളിലെയും ഇങ്ങനത്തെ ഒരു ആംബിയൻസിലാണ് അവർ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ രക്ഷയില് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഈ നാളെ ഇതേപോലെ കൂടി ഒരു പശുവിനെ മെത്തോണ്ട് ഇടിച്ചോളൂ. മേലെ പൂതിയാറ് കേറ്. അതെ ഈ വഴി എന്താ യൂസ് എന്നറിയോ? വണ്ടി നമുക്ക് അവിടെ വയ്ക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ട കഴിഞ്ഞ കുറച്ച് ദിവസത്തെ മഴയിൽ ഇവിടെ റോഡ് പണി നടക്കണ്ടായിരുന്നു. മൊത്തം ഇടിഞ്ഞു പോയി. എനിക്ക് ഡാം പോലെ കിടക്കുന്നത്. അപ്പുറത്തുള്ള മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ട്. ഞാൻ ചേട്ടാ കയറിയിട്ട് നടക്കാൻ പറ്റുള്ള വണ്ടി കയറില്ല. ഓടിക്കോണുമ്മ
എന്താ സംഭവം തന്നെ വണ്ടികൾ പോവും. പക്ഷെ എന്താ കേസെന്ന് അറിയാം, എന്താ ഇതിനെ വണ്ടി പോവും, ഇതിന് നമുക്ക് എങ്ങനെയൊക്കെ വണ്ടി കയറ്റാൻ വയ്യ. വേറെ ടിസ്റ്റ് ഉണ്ട്. ഞാൻ ചേട്ടാ കുറച്ചാൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സാധനമുണ്ട്. എളുപ്പമില്ലാട്ടാ. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉണ്ട് മേലെ പൂതിയാർന്ന് പറഞ്ഞാൽ ആ ഒരു ഊരിലേക്ക്. നോക്കി അമ്മ ഒരു കുഴിയെന്ന് അറിയും. അവിടെ നിന്ന് ഞാൻ പറഞ്ഞ കീഴേ പൂതിയാർക്ക് കാട്ടുകൂടെ നടന്നു പോകാൻ. ചേട്ടാ അല്ല മണ്ണെണ്ണി ഇറങ്ങുന്നത് ഇവിടെ വരെ വണ്ടി കയറുള്ളൂ. ഇവിടെ വരെ ഇവിടുന്ന് അങ്ങോട്ട് നടന്ന അവസരമാവും. ഇവർക്കൊന്നും അസുഖങ്ങളില്ലേ, ഡെയിലി നടത്താ നമ്മളെ വല്ലേ. എന്താ ഏട്ടാ ഇത് എന്തിൻ്റെ കാൽപ്പാടാ ഇത്? ആടോ പട്ടിയെ? മണ്ണിടിച്ച മറ്റേ ആനയില്ലേ മുകളിലെ പുറത്ത് പോയാ കാണാം. അത് കേട്ടിട്ടാണ് ഒരു വീട്ടിൽ പോണെങ്കിൽ കൊല്ലം മോനെ കണ്ടിക്കണ നടന്നു ചാവും. നല്ല വെയിലുണ്ട്. സമയം 3 മണി. നമുക്കൊരു കൊണ്ട് നടന്നിട്ട് അടുത്തതിന് ശേഷം നമുക്ക് നന്ദിരിക്കാം. പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, ഊര് തന്നെ കാണാനുള്ളൂ. പിന്നെ ഒട്ടും മലല്ലേ, മലകൾ ഒരു രക്ഷയില്ലേ. നമ്മളിങ്ങനെ വേറെ ഏതൊരു ദേവലോകത്ത് വന്ന പോലെ, സ്വർഗലോകത്തിൽ വന്ന പോലെ അവിടുത്തെ മലയും ചുറ്റുള്ള ആംബിയൻസും. പിള്ളേർ നോക്കിയേ, കുന്നിൻ്റെ മുകളിലായിട്ട് അറ്റത്തൊരു മലയുടെ അറ്റത്ത് വീടുകൾ അവരുടേതായ. അത് കഴിഞ്ഞിട്ട് അവർ കളിക്കാൻ വേണ്ടിയിട്ട് ആ മലയുടെ മുകളിൽ ചെറിയൊരു ഗ്രൗണ്ട്. എളുപ്പല്ലേ? രക്ഷയില്ല, അന്യായമായി ഇപ്പോൾ കിട്ടി ട്രാൻസ്പോർട്ടാട്ടോ. അല്ല ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറ്റം മൊത്തം ഇതിൻ്റെ മുകളിൽ ഈ ഭാഗത്ത് ആനയുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഈ മലയുടെ മുകളിൽ ഒരു 8-9 കണ്ടു. ഇനി അവരിവിടെ ഉണ്ടോ, വേറെ ഒരു അധികം ഇറങ്ങിപ്പോയോ എന്നറിയില്ല. ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ നോക്കിയോ. ഞാൻ പറഞ്ഞു പോരുട്ടാ, കാണുന്നവര് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഗ്രൗണ്ട് ഒരു മലയാട്ടാ അവർക്ക്. ഈ സൈഡൊക്കെ വീട്. ഇവിടുന്ന് ഇനി ഇദ്ദേഹം ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ പോകണം കേട്ടോ. കുറച്ചധികം നടക്കാണ്ട്. ഉപ്പാടാ നമ്മൾ പോയത് ആ ഭാഗത്താ അന്ന്. ഈ മലയില്ലേ, ഈ മലയുടെ താഴത്തേക്ക് ഇറങ്ങി പോയിട്ടാണ് കീഴേ പൂതയാറ്. ഇതിൻ്റെ നേരെ അടിയിൽ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ നടന്നു ചെയ്യേണ്ടത് രക്ഷയില്ലേ. ആന ആ ഭാഗത്തെന്ന് പറഞ്ഞത് അവർ ചേട്ടാ.
എവിടെയാണെന്നറിയില്ല. ആ ആ ഭാഗത്താന്ന് പറഞ്ഞ ആന. എന്ത് രസമാണല്ലേ നിങ്ങളാ സ്ഥലം നോക്കി, എന്ത് സിമ്പിളായിട്ടാ നോക്കി. കുന്ന് വെറുതെ അങ്ങോട്ട് കൊടുത്തിരിക്കുക. ഇവിടെ മഴ ചാറിയാൽ മതി, അപ്പോൾ വരും മഞ്ഞ്, ഫുള്ള് കോട്ടമഞ്ഞാവും. ഇവിടെയുള്ള ആൾക്കാർ പറയും എപ്പോഴും പേടിയാത്ര, 5 മണി 6 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട സ്ഥലമാണെന്ന് പറഞ്ഞത്. ഞാൻ പോയിണ്ടാവില്ല, കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഞാൻ പോയുള്ളത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, അവിടെ പോവുക, അവിടെ നിന്ന് നേരെ വീടുകളുടെ ബാക്കിലേക്ക് ഇറങ്ങി പോകാനുള്ള വഴിയുണ്ട്. അതേനെ അതിനെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഒരു പുഴ കടന്നു കഴിഞ്ഞാൽ താഴെ ബോധിയാറിന് തന്നെ, പുഴ അങ്ങോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ബോധിയാറിന് തന്നെ സ്ഥലത്തേക്ക് എത്തും. ഒരു അമ്മൂമ്മയായിട്ട് ഞാൻ സംസാരിച്ച കണ്ടില്ലേ, അതതിൻ്റെ താഴെ ആ വീടിൻ്റെ അവിടേക്ക് എത്തും. പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ റിട്ടേൺ ചെയ്ത പോലെ കയറി വരണം. എവിടെ ഇറങ്ങുക എവിടെയെന്ന് ചിലപ്പോൾ നമ്മൾ പുറകിലൊക്കെ ആ സൈഡിൽ പുല്ല് മേഞ്ഞ് നിൽക്കുന്നുണ്ടാവും, നമ്മളറിയില്ലേ. അങ്ങനെ ഒരു അറ്റത്ത് കാണുന്ന മഞ്ഞ് കണ്ട, ആ മഞ്ഞിൻ്റെ ആ ഭാഗം മൊത്തം നീലഗിരി മല കേട്ടോ. ആ ഏരിയ ഊട്ടിയ ഭാഗം, അവിടെ ചെറിയ ചെറിയ മരങ്ങൾ കാണാം, അതൊക്കെ ഊട്ടി നീലഗിരി ഏരിയ. ഇതിൻ്റെ താഴെ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നാൾ പോയ അരളിക്കോണം പറഞ്ഞ ഊര്, പിന്നെ ആ ഭാഗത്ത് നിന്ന് അങ്ങനെ കയറി നമ്മുടെ ഉമ്മത്താമ്പടി ആ റൂട്ട് അങ്ങനെ കയറി പോകാൻ പറ്റും. താഴെ ദൂരമുള്ള ഈ താഴത്ത് കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 5-6 കിലോമീറ്റർ. നമ്മൾ ഇതിനെ ഇറങ്ങി വരുമ്പോൾ ഏകദേശം നല്ല ദൂരമുണ്ട്, 10-15 കിലോമീറ്ററിന് മുകളിൽ വരുന്നുണ്ട്. നടക്കാണ്ട് തന്നെ ചെയ്യണ്ട. ഇനി പകുതി ഞാൻ നടന്നിട്ടുള്ളൂ, ഇനിയും പകുതി നടക്കണം. ശരി സ്ഥലങ്ങളുണ്ട്.